അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷഫീഖ്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പേരിൽ ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 19-ാം തീയതി വേറൊരു പരിപാടിയും കൂടി പോസ്റ്റർ കണ്ടിരുന്നു പുറത്ത്. അപ്പോൾ ഇതെന്താണ്, ഒരു നിച്ച് ഓഫ് ട്രൂത്ത് തന്നെയാണോ രണ്ടും നടത്തുന്നത്, അതോ നിച്ച് ഓഫ് ട്രൂത്ത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടോ ഒന്ന് പറഞ്ഞു തന്നാക്കുള്ളതാണ്. ഷഫീഖ് ചോദിച്ച ചോദ്യം നമ്മുടെ വിഷയവുമായി നേർക്കുനേരെ ബന്ധമുള്ളതല്ല. എങ്കിലും അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നിച്ച് ഓഫ് ട്രൂത്ത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികം കാലമായി മലയാളികൾക്ക് പരിചയമുള്ള ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. കേരളത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും പറയാനും മതതാരതമ്യ പഠന ഗവേഷണങ്ങൾ നടത്താനുമെല്ലാം വേണ്ടി പ്രഭാഷണങ്ങളും സംവാദങ്ങളും ചോദ്യോത്തരങ്ങളും പുസ്തകങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രബോധക കൂട്ടായ്മ. ഏത് കൂട്ടായ്മക്കും എന്ന പോലെ നിച്ച് ഓഫ് ട്രൂത്തിനും ഒരു നേതൃത്വമുണ്ട്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എം അക്ബർ സാഹിബാണ്. അദ്ദേഹമാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ നേതൃത്വം. അദ്ദേഹത്തിൻ്റെ മാർഗദർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നിച്ചിൻ്റെ പ്രവർത്തകരും പ്രബോധകരുമെല്ലാം വ്യത്യസ്ത തരം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. നിച്ച് ഓഫ് ട്രൂത്ത് സ്നേഹസംവാദം എന്ന പേരിൽ ഒരു ആനുകാലികം പ്രസിദ്ധീകരിക്കുന്നു. ആ ആനുകാലികത്തിൻ്റെ ചീഫ് എഡിറ്റർ അദ്ദേഹമാണ്. നിച്ച് ഓഫ് ട്രൂത്ത് ഒന്നിലധികം വെബ്സൈറ്റുകൾ നടത്തുന്നു. ഇതേപോലെ ഈ രീതിയിലുള്ള തുറന്ന സംവാദങ്ങളും മറ്റു മതപണ്ഡിതന്മാരെ വേദിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള സംവാദങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്നു. നിച്ച് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഇവയെല്ലാം ബഹുഭൂരിപക്ഷവും എം അക്ബർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നതും കേരളീയ സമൂഹം അറിഞ്ഞതും പരിചയിച്ചതുമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പേരിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ പോസ്റ്ററുകളെക്കുറിച്ച്, ആ പരിപാടികളെക്കുറിച്ച് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ നേതൃത്വത്തിനോ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർക്കോ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രബോധകർക്കോ ഒന്നും യാതൊരു അറിവുമില്ല. ഇത് തീർച്ചയായും നിർഭാഗ്യകരമാണ്. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്താൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ ഇസ്ലാമിക പ്രബോധനം നടത്താൻ ഏതെങ്കിലും ഒരു കൂട്ടായ്മക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. മതതാരതമ്യ പഠന ഗവേഷണങ്ങൾ നടത്താനും സംവാദങ്ങൾ സംഘടിപ്പിക്കുവാനും എല്ലാം ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അവർക്ക് ഫലപ്രദം എന്ന് തോന്നുന്ന പ്രബോധന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. എന്നാൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പേരിൽ പരിപാടി വെക്കേണ്ടത് നിച്ച് ഓഫ് ട്രൂത്താണ്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടേണ്ടത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണ്. നിച്ചിൻ്റെ പ്രവർത്തകരും നിച്ചിൻ്റെ പ്രബോധകരും എല്ലാമാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പരിപാടികൾക്ക് മുൻകൈയെടുക്കേണ്ടതും അത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതും. ഇവിടെ 19-ാം തീയതി ഒരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് നിച്ച് ഓഫ് ട്രൂത്തിന് യാതൊരു വിവരവുമില്ല. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നിച്ചിൻ്റെ പ്രവർത്തകർക്കും അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പേരിൽ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ അതിൻ്റെ നേതൃത്വത്തോട് അനുമതി വാങ്ങണം എന്ന പ്രാഥമികമായ ഇസ്ലാമിക മര്യാദ പോലും ലംഘിച്ചുകൊണ്ട് സ്വന്തമായി നടത്തുന്ന പ്രോഗ്രാമുകൾക്ക് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ലേബൽ ഉപയോഗിക്കുന്നത് എന്തു തന്നെയായാലും അധാർമികമാണ്, എല്ലാതരം മാനവിക മര്യാദകളുടെയും ലംഘനമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിച്ചിൻ്റെ നേതൃത്വവുമായി ആലോചിക്കാതെ സ്വതന്ത്രമായി ആരെങ്കിലും നടത്തുന്ന പരിപാടികളിൽ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന ലേബൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നിച്ചുമായോ നിച്ചിൻ്റെ നേതൃത്വവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കും.